പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേക്ഷിതരിൽ. ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേക്ഷിതരിൽ. ഏകരക്ഷകനാമേശുവിനെ സധീരം പ്രഘോഷിപ്പാൻ പാവന റൂഹാ നീയരുളണമേ വീണ്ടും പെന്തക്കുസ്താ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്നും സാക്ഷ്യം നൽകാൻ ദൈവപിതാവേ നീ പകരണമേ വീണ്ടും പെന്തക്കുസ്താ, വീണ്ടും പെന്തക്കുസ്താ. വീണ്ടും പെന്തക്കുസ്ത. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആഗോള കത്തോലിക്ക സഭ പരിശുദ്ധാത്മാവിൻ്റെ പുതിയൊരു പെന്തക്കുസ്ത അനുഭവത്തിന് വേണ്ടി വലിയ തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ച് ഒരുങ്ങുന്ന സമയമാണ്. കർത്താവ് ഈ ഒരു തിരുനാളിൽ ഒരുങ്ങാൻ വേണ്ടി നമുക്കും അവസരം തന്നിരിക്കുകയാണ്. ഈ നാളുകളിൽ കർത്താവിൻ്റെ ആത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടി ദാഹിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് കർത്താവ് തരുന്നൊരു പ്രോമിസാണ് ലൂക്കായുടെ സുവിശേഷം 11:13 വാക്യം. മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല എന്നാണ് ലൂക്കാ സുവിശേഷകൻ നമ്മുടെ മുമ്പിൽ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ പെന്തക്കുസ്ത തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മുടെ എല്ലാ മനസ്സിൽ നമ്മൾ വളരെ ശക്തമായി സൂക്ഷിക്കേണ്ട ഒരു കാര്യം ആത്മാവിന് വേണ്ടി നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ പത്രോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിലെ വ്യത്യാസങ്ങൾ നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം, നമുക്കൊക്കെ നന്നായി ജീവിക്കാൻ ആഗ്രഹമുണ്ട്, വിശുദ്ധിയോടെ ജീവിക്കാൻ ആഗ്രഹമുണ്ട്, കർത്താവിന് വേണ്ടി അനേകം ആത്മാക്കളെ നേടാൻ ഒത്തിരി ആഗ്രഹമുണ്ട്. പക്ഷേ പലപ്പോഴും ഇച്ഛിക്കുന്ന നന്മ ചെയ്യാൻ പറ്റാതെ ദുർഭകരായി പോകുന്ന അനേകം അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മൾ കാണുന്നുണ്ട്. പത്രോസ് അപ്പോസ്തലൻ ഈശോയോട് പറഞ്ഞാണ്, കർത്താവെ ആരൊക്കെ തള്ളി പറഞ്ഞാലും ഞാൻ തള്ളി പറയില്ല. അങ്ങനെ വലിയ ചങ്കുറപ്പോടെ വലിയ ഉറപ്പോടുകൂടി ആത്മധൈര്യത്തോടെ പറഞ്ഞ ഈ പത്രോസ് അപ്പോസ്തലൻ വേലക്കാരി പെണ്ണിന് മുമ്പിൽ പോയി പറഞ്ഞു, ഞാൻ ആ മനുഷ്യനെ അറിയുന്നില്ല എന്ന്. അത്രയും ദുർബലനായി പോയ പത്രോസ് അപ്പോസ്തലൻ പെന്തക്കുസ്തായ്ക്ക് ശേഷം കുരിശിൽ മരിക്കാൻ വേണ്ടി പോകുമ്പോൾ, കുരിശിൽ തറയ്ക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് എൻ്റെ ഗുരുവിനെ പോലെ, എൻ്റെ കർത്താവിനെ പോലെ കുരിശിൽ തറയ്ക്കപ്പെടാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞ് തലകീഴായി കുരിശിൽ മരിച്ചാൽ മതി, കുരിശിൽ തറച്ചാൽ മതി എന്ന് പറഞ്ഞ് സ്വന്തം മരണത്തെ പോലും തിരഞ്ഞെടുക്കാനും മാത്രം ശക്തനായി മാറി എന്നുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ അടയാളമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പെന്തക്കുസ്ത തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും പത്രോസിനെ പോലെ തള്ളിപ്പറഞ്ഞ വ്യക്തികളാണെങ്കിലും, പത്രോസിനെ പോലെ ഗത്സമനിയിൽ ഇരുന്ന് ഉറങ്ങി പരാജയപ്പെട്ട വ്യക്തിയാണെങ്കിലും, പുതിയൊരു പെന്തക്കുസ്തായുടെ അനുഭവം നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുക തന്നെ ചെയ്യും, യാതൊരു സംശയമില്ല. കാരണം ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന് വചനം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ കൂടെ നടന്ന വ്യക്തിയാണ് പത്രോസ് അപ്പോസ്തലൻ. അതേസമയം പത്രോസ് അപ്പോസ്തലൻ തലവനായിരിക്കുന്ന സഭയെ പീഡിപ്പിക്കാൻ വേണ്ടി ഓടി നടന്ന വ്യക്തിയാണ് സാവൂൾ എന്ന വ്യക്തി. ഫരിസേയ പ്രമുഖൻ, തീഷ്ണതയാൽ സഭയെ നശിപ്പിക്കാൻ വേണ്ടി ഓടി നടന്ന വ്യക്തി. ആ വ്യക്തിയുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വന്നു കഴിഞ്ഞപ്പോൾ ആഗോള കത്തോലിക്ക സഭ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മിഷണറിയായി ആ സാവൂൾ മാറി എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഭയ്ക്കകത്ത് നിന്ന് വീണു പോയവരാണെങ്കിലും സഭയ്ക്ക് പുറത്ത് നിന്ന് സഭയെ പീഡിപ്പിക്കുന്നവരാണെങ്കിലും അവരെ രൂപാന്തരപ്പെടുത്താനും അവരെ യേശുവിൻ്റെ പ്രേക്ഷിതരാക്കി മാറ്റാനുമുള്ള ദൈവത്തിൻ്റെ കൃപ ചൊരിയപ്പെടുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. അതുകൊണ്ട് ഈ പെന്തക്കോസ്താ തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ സഭയ്ക്കെതിരെ നിൽക്കുന്ന വ്യക്തികളെ ഓർത്ത് നമ്മൾ ആകുലപ്പെടേണ്ട ആവശ്യമില്ല. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാത്തതിനെ ഓർത്ത് നമ്മൾ ആകുലപ്പെടേണ്ടത്, നമ്മൾ പ്രാർത്ഥിച്ചാൽ, നമ്മൾ പരിഹാരം ചെയ്താൽ, നമ്മൾ കൂട്ടായ്മയെ കർത്താവിലേക്ക് കരങ്ങൾ ഉയർത്തി സഭയ്ക്കെതിരെ നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ നാളെ അവരൊക്കെ പത്രോസിൻ്റെ സിംഹാസനത്തോട് ചേർന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് സഭയെ പടുത്തുയർത്തുന്ന പ്രേക്ഷിതരായി തീരും. വീണ്ടും പെന്തക്കോസ്താ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥതയാൽ തിരുസഭയിലേക്ക് അഗ്നിനാവുകളായി വീണ്ടും വന്നു നിറയണമേ. കർത്താവിൻ്റെ രണ്ടാം വരവിനായി ലോകത്തെ ഒരുക്കുവാൻ സഭയെ ബലപ്പെടുത്തിയാലും അങ്ങ് എല്ലാം കാണുന്നുണ്ടെന്ന ദൈവഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. സഭാമക്കളായ ഞങ്ങളെല്ലാവരും എന്നും കർത്താവിൻ്റെ മഹത്വത്തിനായി അധ്വാനിക്കുവാൻ കൃപ നൽകണമേ. ആമേൻ.